ഹായ് എല്ലാവർക്കും ലാക്കാസ് കിച്ചൻ വേണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ടും മുട്ട തോരനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ബീട്രൂട്ടും മുട്ടയും കൂടിയിട്ട് തോരൻ വെക്കാനായിട്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തേക്കുന്നത് 3 മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനത് കലക്കി വെച്ചിട്ടില്ല, കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഇട്ട് വെച്ചത്. പിന്നെ കുറച്ച് നാളികേരം, പിന്നെ നമുക്ക് ഇതിലേക്ക് കടുകല്ല നമ്മൾ പൊട്ടിക്കണത്, ഉള്ളി മുളകൊക്കെ ചതച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതേപോലെ വറ്റൽമുളക് വേപ്പിൻ്റെ ഇലയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് സാധനങ്ങൾ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടണം. അത് കൂട്ടാൻ വെന്ത് വരണോടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചതച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറാണ് എടുത്തേക്കണേ കേട്ടോ. അപ്പോൾ വെറുതെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി, കുറേ നേരം ഇട്ട് അടിക്കരുത്. ഒരു ഒറ്റടി അപ്പോൾ തന്നെ ഓഫാക്കണം, അല്ലെങ്കിൽ നന്നായി അരഞ്ഞു പോകും. അപ്പോൾ ഈ വറ്റൽമുളക് നമ്മുടെ കയ്യിൽ പൊടിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മുഴുവനായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ വേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വറ്റൽമുളകും എല്ലാതും ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അവിടെ റെഡിയാക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പാത്രമൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തോരനൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച മിളക് ഇട്ട് കൊടുക്കാം. മിളകൊക്കെ പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ കല്ലുപ്പല്ല പൊടിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം എന്താണെങ്കിൽ ഇത് ഉപ്പേരി കൂട്ടാനായതുകൊണ്ടാണ് ഇങ്ങനെ പൊടിപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിലധികം ഈ നമ്മൾ ഈ മുട്ട ഇതും നമ്മൾ തൃശ്ശൂർ അധികം ഈ ഉപ്പേരി എന്ന് പറഞ്ഞിട്ടേ അതാണ് എപ്പോഴും വായിൽ വരുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ഇത് തോരൻ പോലെയാണ് കേട്ടോ, കടുകല്ലാന്ന് മാത്രം. അതേ മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ടിൻ്റെ ഒപ്പം തന്നെ നാളികേരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നാളികേരം എടുത്ത് വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാളാപ്പണം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് മൂടി വയ്ക്കണ്ടേ. ബീട്രൂട്ട് എന്തായെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇതിൽ വെള്ളം ഉണ്ടോ, അതുപോലെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതേ കണ്ട ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നാളികേരത്തിൻ്റെ വെള്ളം കൂടി ആയപ്പോഴാണ് വെള്ളമായത്. ഇനി നമുക്കിത് ബീട്രൂട്ടൊക്കെ വെന്തോന്നൊക്കെ നോക്കാം. അതേപോലെ ഇതിൽ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ബീട്രൂട്ടൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറവുണ്ടാകുന്നു, ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് വെള്ളം വറ്റാനായിട്ട് നമുക്കൊന്ന് തീ ഒന്ന് ഇത്തിരി കൂട്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇതിലത്തെ പെട്ടെന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും. അപ്പോൾ പക്ഷേ നമ്മൾ പിന്നെ ഇത് അടച്ചു വെച്ച് വേവിക്കരുത്, ഇതേപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റി കഴിഞ്ഞാൽ കൂട്ടാനാകെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. 4 വശത്തേക്ക് ഇതേപോലെ ആക്കി വെച്ചിട്ട് നമ്മൾ ഒഴിച്ച് വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. 2 സെക്കൻഡോളം അതിൻ്റെ അപ്പോൾ ഞാൻ തുറന്ന് വെക്കണം കേട്ടോ. തുറന്നിട്ട് നമുക്കിത് ബീട്രൂട്ടും മുട്ടയും കൂടിയിട്ട് നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം. പിന്നെ നമ്മളിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ നല്ല പോലൊക്കെ വെള്ളം തുറന്ന് മുട്ടയൊക്കെ ആയിട്ട് നല്ല പോലെ മിക്സാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് മുന്നൊക്കെ വെച്ചിട്ടിട്ടുണ്ട്, നമ്മൾ ഷോർട്ടിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കാണെങ്കിൽ ഒരു കാലത്തെ അവർക്ക് ചോറിന് കൊടുത്തേക്കാൻ എനിക്ക് നല്ലൊരു ഡിഷാണ് കേട്ടോ.
മുട്ടയും ബീട്രൂട്ടും കൂടി നന്നായി നല്ല പോലെ അത് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് മുട്ടയ്ക്ക് മുട്ടയായി, പച്ചക്കറി അല്ലെന്ന് വെച്ചാൽ പച്ചക്കറിയായി. അപ്പോൾ ഏതെങ്കിലും പിള്ളേർ കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്തു നോക്കിട്ടാ. കഴിക്കാത്ത കുട്ടികളൊക്കെ അതിലും കഴിച്ചു പോകും ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ ചില കുട്ടികൾക്ക് പച്ചക്കറി ഒന്നും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ ചില പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണിൽ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.